നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്നൊരു സ്വഭാവമാണ് നമ്മളെ പറ്റി നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ ചോദിക്കണതും പറയണതും. നമ്മൾ നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി നാട്ടുകാർ എന്തൊക്കെ പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നല്ലത് പറയുമോ ചീത്ത പറയുമോ എന്നുള്ളതല്ല, എന്തൊക്കെ പറയുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ എല്ലയുടെ കഥയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. എല്ല സ്വന്തം വിചാരിച്ചിരുന്നത് ആളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീട്ടമ്മയാണെന്നാണ്. വീട്ടമ്മയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുലസ്ത്രീ വൈബിലൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഭാര്യയും വളരെ നല്ലൊരു അമ്മയൊക്കെ ആണെന്നാണ് സ്വന്തം വിചാരിച്ചിരുന്നത്. അതേപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എല്ലയെ പറ്റി വിചാരിക്കുന്നത് എല്ലാ ഭയങ്കര ഹാപ്പിയാണ്, ഒന്നിനും ഒരു കുറവുമില്ല, ഫുഡിന് ഫുഡ്, ഡ്രസ്സിന് ഡ്രസ്സ്, പൈസക്ക് പൈസ, എല്ലാ കാര്യങ്ങളും മക്കൾ, ഭർത്താവ്, വീട്, എല്ലാ കാര്യങ്ങളും സെറ്റപ്പാണല്ലോ. അപ്പോൾ എല്ലാം ഭയങ്കര ഹാപ്പി ആണ് എന്നാണ് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത്. അതേപോലെ എല്ലാ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് വീട്ടമ്മയാണ് എന്നാണ് എല്ലാം സ്വന്തവും വിചാരിച്ചിരുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ദിവസം ഈവനിങ് എല്ലാവരും വീട്ടിലെല്ലാവരും ഉണ്ട്, ലീവുള്ള ദിവസമാണ്, സ്കൂളൊന്നുമില്ല, മക്കളുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ എസ്ത്രാൻറ്റി വന്നിട്ടുണ്ട്. എസ്ത്രാൻറ്റി ഇവരുടെ കുടുംബത്തിലുള്ള ഒരാളാണ്. അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കുന്ന, മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളൊക്കെയാണ്. അടിപൊളി ടേസ്റ്റ് ആണെന്നൊക്കെയാണ് സ്വന്തം തന്നെ പറയണേ. അപ്പം എസ്ത്രാൻറ്റി വന്നിട്ടുണ്ട്, വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. അപ്പം എല്ലാം എന്ത് വിചാരിച്ചു, ഓക്കെ എല്ലാവരും കൂടെ ഉള്ളതല്ലേ, അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ, അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഈവനിങ്ങിൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 മക്കളാണ്. മൂത്ത കുട്ടി കോളേജിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, 2 ഇരട്ട കുട്ടികളുണ്ട്. അവി ഓർലി അതാണ് അവരുടെ പേര് കേട്ടോ. പിന്നെ ഡേവിഡ് ഉണ്ട്, ഹസ്ബൻഡ്. എസ്തറാൻറ്റി എല്ലാവരും കൂടെ വട്ടത്തിലിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ നമ്മളൊക്കെ വീട്ടിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഫസ്റ്റ് ഒരു സൈലൻസ് ഉണ്ടാവും എല്ലാവർക്കും. പിന്നെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ചർച്ച തുടങ്ങും. മിക്കവാറും എന്താ ഇവിടെ എക്സാം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്തെടുത്തോ, ജോലിയായോ, മരുന്ന് സാധനങ്ങളൊക്കെ ചർച്ച ചെയ്യൽ ഈ ചോറ് തിന്നാനിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും. തിന്നാനുള്ള മൂടായിട്ട് പോവേ. അപ്പം ഇതേപോലെ തന്നെ ഇവിടെയും ഇത് സ്റ്റാർട്ട് ചെയ്ത് ചർച്ച തുടങ്ങിയത് ഡേവിഡാണ്, ഭർത്താവാണ്. ഭർത്താവ് ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അമ്മായി അറിഞ്ഞായിരുന്നോ എല്ലക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എല്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിഗ്രി കഴിഞ്ഞാണ്, ഇംഗ്ലീഷിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി റിവ്യൂവർ ആവണം, ബുക്ക് റിവ്യൂവർ ആവണം. നമ്മൾ ഇന്നത്തെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫിലിം റിവ്യൂ ചെയ്യണ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ കോക്കണ്ണനൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഒരു അടിപൊളി ബുക്ക് റിവ്യൂവർ ആവണം എന്നുള്ളതായിരുന്നു എല്ലയുടെ ഒരാഗ്രഹം. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ, അതായത് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ വായിക്കുമായിരുന്നു. ഏത് ബുക്ക് കിട്ടിയാലും അത് തീർന്നിട്ട് വേറെ പണിക്കൊക്കെ പോവുള്ളൂ, അങ്ങനെ ഇരുന്ന് വായിക്കുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ റിവ്യൂസൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ വീക്ക്ലികൾക്ക് അങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു ഫുൾ ടൈം റിവ്യൂവർ എന്നുള്ള ലെവലിലേക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡിഗ്രി കഴിഞ്ഞപാട് കല്യാണം കഴിഞ്ഞപാട് കുട്ടികളായി, അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഒരു ജോലി എന്നുള്ള രൂപത്തിൽ ആലോചിക്കാനേ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടണം എന്നൊന്നുമില്ല, ഞങ്ങളൊക്കെ കുറച്ച് വലുതായിക്കണ്, എല്ലാത്തിലും ഇങ്ങനെ കയറി തലയിടല്ലേ എന്നൊക്കെ മക്കൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് എല്ലക്ക് കുറച്ചുകൂടി സമയം കിട്ടാൻ തുടങ്ങിയത്. കുറച്ചുകൂടി സമയം കിട്ടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ മക്കൾ സ്കൂളിൽ പോകും, ഹസ്ബൻഡ് ജോലിക്ക് പോകും, പിന്നെ എല്ലാ വീട്ടിലും ഒറ്റക്കാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളെ പഴയ സംഭവങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നൊക്കെ ഉള്ളതായി. അപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന് സംസാരിച്ചു, നമുക്കൊരു ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ജോലിയൊക്കെ നോക്കി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 10-40 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ജോലിക്ക് നോക്കുമ്പം പൊതുവേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുള്ള യങ്സ്റ്റേഴ്സ് മക്കളായിരിക്കണം. ഈ 2 മക്കളെ ഇപ്പോൾ പൊതുവേ കമ്പനികളിലൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 പ്രശ്നവും എല്ലയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലക്ക് 10-40 വയസ്സുണ്ട്, ജോലി അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. പിന്നെ അധികം എക്സ്പീരിയൻസ് എന്ന് പറയാൻ മാത്രമുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഒരു 2 വർഷം 3 വർഷം ഒന്നും റെഗുലറായിട്ട് ജോബിനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നതെന്നല്ലാതെ ഒരു ജോലിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഭർത്താവ് എവിടെ നിന്നോന്ന് ഒപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അയാൾക്ക് ഇതൊന്ന് പറഞ്ഞ് മെയിനാവണം. അമ്മായിയൊക്കെ വന്നതല്ലേ, കുടുംബത്തിലെല്ലാവരും വട്ടത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞിട്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയങ്കര കാര്യമായിട്ട് ചെയ്തൊരു സംഭവമാണെന്നുള്ള നിലക്കാണ്. അപ്പോൾ അയാളിങ്ങനെ എല്ലാവരെയും അറിയിക്കുകയാണ്, നോക്കമ്മായി പിന്നെ ഇവക്കൊരു ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മായി ഇവളെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവള് പറഞ്ഞ് അതിന് മാത്രമൊന്നും ഇല്ല, അത് അവിടെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു ചെറിയ ജോലി കിട്ടിയാണ്, പാർട്ട് ടൈമായിട്ട് ബുക്ക് വായിച്ചു കൊടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതായത് ഇതൊരു വലിയ സംഭവം അല്ലാത്ത പോലെ പറഞ്ഞു.
അപ്പോൾ പിന്നെ ഇയാളിളകി. ഇയാൾ പിന്നെയും പറയാൻ തുടങ്ങി, അങ്ങനെയൊന്നുമില്ല, അത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെ ജോലിക്ക് കയറണമൊക്കെ മറ്റേ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ വലിയ വലിയ അടിപൊളി കുട്ടികളാണ് അവിടെ ഉള്ളത്, ഇത് അടുക്കളയിൽ നിന്ന് നേരെ ജോലിക്ക് കയറി ഇവളൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതൊക്കെ പാടെ കേൾക്കുമ്പോൾ എല്ലാം ഇങ്ങനെ വിചാരിക്കുന്നത്, ഇനിയിപ്പോൾ ഇത്രയും കാലം പുരയിൽ ഇങ്ങനെ പൂട്ടിയിട്ടതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞുകൊടുക്കുക, ഇതാണ് സിംഗപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് 40 വയസ്സിൽ ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവളോട് ഭയങ്കര മതിപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അമ്മായിയും കൂടെ, ആന്ന് ഓള് പണ്ടേ അങ്ങനെ ഇനി പണ്ട് തൊട്ടേ ഓള് നല്ലൊരു മോളായിനി, ഓൾ അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. ഇത് കേൾക്കുമ്പോൾ എല്ലാം വിചാരിക്കണേ, എല്ലാം മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ, നേരെ ടേബിളിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ പറ്റി മറ്റേ ചരമക്കുറിപ്പൊക്കെ എഴുതുന്ന മാതിരത്തെ ഒരു വർത്തമാനം പറഞ്ഞാൽ ഓള് പണ്ടും അങ്ങനെ ഇനി ഇപ്പോഴും അങ്ങനെയാണ് ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സാധനമാണ് പറയണേ. അപ്പോൾ അന്നും ഇന്നും ഇയാൾക്ക് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാളിങ്ങനെ ആലോചിക്കണത്, പഠിച്ചവനെ ആരെങ്കിലും ഒന്ന് വിഷയം മാറ്റിനെങ്കിൽ എന്നുള്ളതാണ്. പൊതുവേ നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ ജോലിനെ പറ്റി, നമ്മളെ സാലറിനെ പറ്റി, നമ്മളെ എക്സാമിനെ പറ്റിയൊക്കെ വാപ്പ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സഭയിലല്ലേ പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കില്ല, ആരെങ്കിലും ഒന്ന് വിഷയം മാറ്റിനെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കണം. അതിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൂത്ത മകൾ കോളേജിൽ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുള്ള ആൾ പറഞ്ഞത്, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എന്താ പറയുക, അടിപൊളി ഒരു മൊമെൻ്റാണ് അവിടെ നടക്കുന്നത്. കാരണം എല്ലാവർക്കും ജോബ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ പറഞ്ഞ് വലിയ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നിടത്തൊക്കെയാണ് ഇവളെന്ത് പറയണത്, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഓക്കെ എക്സാമിൽ മാർക്ക് കിട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാനായിരിക്കും എന്നുള്ളൊരു നിലയ്ക്ക് എല്ലാവരും ഓളങ്ങനെ നോക്കണം. അപ്പോൾ ഓള് പറഞ്ഞ്, ഞാനും സ്കോട്ടും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കണമെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ എസ്തർ ആൻറ്റി ഉണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഇവൾ പറയണേ, കോളേജിൽ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് ഇവൾ കല്യാണം കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ വളരെ ഓക്കെ, നിങ്ങൾ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് പ്രായമായിട്ടില്ല, കോളേജ് കഴിഞ്ഞിട്ടില്ല, പഠിത്തം കഴിഞ്ഞിട്ടില്ല, ഇപ്പം തന്നെ കല്യാണത്തെ പറ്റി ആലോചിക്കാനായിട്ടൊന്നുമില്ല, ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ് വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം പറയാം, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല, എല്ലാവരും വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കുക, എന്താ ഇവൾ പറയണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവൾ പറഞ്ഞു, ഓക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ഞാനിത് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് വരുന്നേനി, ഇതെന്താ നിങ്ങളിതൊരു പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞ മാതിരി ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അച്ഛൻ പറയും, അല്ല മോളെ എക്സാമിന് ജയിച്ചെന്നൊന്നല്ല പറഞ്ഞേ, കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞതെന്ന് വല്ല വിചാരമുണ്ടോ, ആ ടൈപ്പ് ഒരു ചോദ്യം. അപ്പം അവൾ പറഞ്ഞ്, ഡാഡി സംഭവം ശരിയാണ്, ഇത് പെട്ടെന്നായിപ്പോയി എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ സ്കോട്ട് ഇന്നലെയാണ് എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കണേ, ഞാൻ അപ്പം തന്നെ യെസ്സും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര നേരം അമ്മ ഒന്നും വേണ്ടില്ല. അമ്മ ചോദിച്ചു, എന്തിനാ മോളെ അത് പറയാൻ പോയത്, യെസ് പറയാൻ പോയത് എന്ന് ചോദിച്ചു. പക്ഷെ ഇവൾ വിചാരിക്കണത് എന്താണെന്ന് വെച്ചാലേ, കല്യാണത്തിന് റെഡിയാന്നൊക്കെ പറയുമ്പോൾ പുരക്കാരെന്ത് പറയും, ഓക്കെ അടിപൊളി, എൻ്റെ മോള് കല്യാണത്തിന് റെഡിയായോ, നമ്മൾ എവിടുന്നാണ് കല്യാണം സെറ്റാക്കുക, ഏത് ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ കല്യാണം റെഡിയാക്കുക, എവിടുന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കുക, ഫുഡ് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ആളെന്ത് വിചാരിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ചർച്ചയിലേക്ക് ഇത് എടുത്തിട്ടപ്പോൾ വിചാരിച്ചു. പക്ഷേ എന്തിനായി അങ്ങനെ പറയാൻ പോയതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവക്കെ ഇളകി. അവൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ പറയും, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നിട്ട് തന്നെ എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, മോളെ ഞാൻ ചോദിക്കണത് എന്താണെന്ന് വെച്ചാലേ, എന്തിനാണ് ഇത്ര തിടുക്കം, ഇനി പ്രഗ്നൻ്റ് എങ്ങാനും ആണോ? അപ്പോൾ ഇവക്ക് പൊട്ടി, എന്താണ് എന്നെ മക്കളെ ഇടയിലിട്ടല്ലേ ഈ ചോദിക്കണത്, പ്രഗ്നൻ്റ് അല്ലേ എന്നൊക്കെ. ഒരു കോളേജിൽ പഠിക്കുന്ന ടീനേജുകാരി എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ ആളെ അഭിമാനം വെച്ചാണല്ലോ അവർ കളിക്കണത്. അപ്പോൾ ഇവൾക്ക് ഒന്നും കൂടെ ചൂടായി. എന്നിട്ട് ഇവള് കിടന്നിങ്ങനെ തിളയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം പോയിട്ട് മോളെ കയ്യിലൊക്കെ പിടിച്ചിട്ട്, മോളെ ഈ ഞങ്ങളോട് പറ, എന്താണെങ്കിലും ഞങ്ങളോട് പറയ്, ഞങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക, എന്തെങ്കിലും അബദ്ധം എങ്ങാനും പറ്റിപ്പോയോ, എന്താ നമ്മളിപ്പോൾ ചെയ്യുക ചോദിക്കുമ്പോൾ ഇവക്കാട്ട് പൊട്ടി. ഇവള് പറഞ്ഞേ, എന്താ അമ്മേ ഇത് ഗർഭത്തിൻ്റെ കേസൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, കഴിഞ്ഞ 8 മാസമായിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ്, ഇന്നലെ ഓൻ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ പറ്റുമെന്നും പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത് എന്താ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തതെന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും, 8 മാസം കൊണ്ട് എനിക്കൊരു ചെക്കൻ്റെ സ്വഭാവം എന്താണ് മറ്റേതെന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടേ, ഞാനും അച്ഛനും കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് 20 കൊല്ലമായി, ഇപ്പോഴും ഞങ്ങൾക്ക് തമ്മിൽ അറിയില്ല എത്രത്തോളം ഇഷ്ടമാണ്, എന്തൊക്കെ ഉണ്ട്, അയാളുടെ സ്വഭാവം എന്താ, എൻ്റെ സ്വഭാവം എന്താണെന്നൊന്നും. അപ്പോൾ 8 മാസം കൊണ്ട് ഇത് മൊത്തം കിട്ടിയെന്നാണ് ഈ പറയണത്. അപ്പോൾ സൈഡിൽ നിന്ന് ഭർത്താവതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന ഡയലോഗ് മൂപ്പരെയും കൂടെ കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ മൂപ്പര് ഇടപെട്ട് മൂപ്പര് പറഞ്ഞ, മോളെ അതല്ല, അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡേറ്റ് എന്ന് പറയുന്നത് വേറൊരു പരിപാടിയാണ്,
കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വേറൊരു പരിപാടിയാണ്. ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് അതങ്ങനെ അങ്ങനെ അങ്ങനെ ആയിട്ട് തീർന്നു പോയിക്കോളും. പക്ഷേ കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് ലൈഫ് ലോങ് ഈ സാധനം കൊണ്ടുനടക്കേണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ. അപ്പോൾ ഇവിടെ പറയൂ, ഡാഡി എന്താ വിചാരിക്കും ഞങ്ങൾ കാലാകാലം ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ പോവാണെന്നോ, എല്ലാ കാലത്തും ഇങ്ങനെ പ്രേമിച്ചടക്കാം, കല്യാണം കഴിക്കണം ഇങ്ങനെ പ്രേമിച്ചടക്കാൻ പോകണം. അപ്പോൾ അമ്മ പറയും, ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നുള്ളതാണ് വിചാരിക്കണമെന്ന് പറയും. പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ ഈ വിഷയത്തിൽ നിന്നേ മോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങും, ഈ ബാക്ക് എടുക്കും എന്നുള്ളതാണ് വിചാരിക്കണമെന്ന് പറയും. അതിൽ വെക്ക് ചൂടാവും. ഇവള് പറയും, ഞാൻ എന്താ ഇപ്പോൾ വിചാരിക്കണമെന്ന് അറിയോ, എൻ്റെ മൈൻഡിൽ ഇപ്പോൾ എന്താണെന്നറിയോ, സത്യം പറഞ്ഞാൽ ഇങ്ങളിപ്പോൾ ചെയ്യണത് ഇങ്ങളെ പേടിയില്ലേ, ഇങ്ങൾക്കുള്ള പേടി അത് നിങ്ങൾ എൻ്റെ തലയിൽ വെച്ച് തരികയാണ്. ഇങ്ങളെ പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ച് ഇൻ്റെ പ്രായമായപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി എന്നും വിചാരിച്ച് ഞാനും അതേപോലെ തന്നെ ചെയ്തോളന്നില്ല. ഒരു മോളാണ് പറയണത്, അമ്മേൻ്റെ മുഖത്ത് നോക്കിയാണ് പറയണത്. എന്തായാലും കൊള്ളും അല്ലേ. ആളൊന്ന് സ്റ്റക്കായി, പെട്ടെന്ന് വർത്താനം വരാതായി. സംഭവം പറഞ്ഞത് ശരിയാണ്. എല്ലെൻ്റെ കല്യാണം പെട്ടെന്ന് നടന്നതാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഉടനെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുട്ടിയായി. അതുമല്ല ആ ഒരു ടൈം എന്ന് പറയണത് എല്ലക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്. ഗർഭിണിയായിരിക്കുക, പെട്ടെന്ന് പ്രസവിക്കാൻ, ചെറിയ പ്രായമല്ലേ, ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഇടങ്ങാറായിട്ടുണ്ട് ആ ഒരു സമയത്ത്. കുട്ടീൻ്റെ ഒരു 4-5 വയസ്സ് 6 വയസ്സ് വരെയൊക്കെ എല്ലാം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തായത്, പിന്നെ അടുത്തൊരു പ്രസവത്തിന് അത്രയും സമയം വരെ എടുത്തത്. അപ്പോൾ സംഭവം അവൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇത് പിന്നെ ആരെ മേൽക്കാണ് വരുന്നത്, അച്ഛൻ്റെ മേൽക്കൂടിയാണ് വരുന്നത്. അതായത് ഇവൾ നേരെ കുടുംബത്തിൻ്റെ നേരക്കാണ് വെല്ലുവിളിക്കണത്. അമ്മാതിരി സാധനമല്ലേ പറയണത്. അപ്പോൾ അച്ഛൻ ട്രാക്ക് മാറ്റി. അച്ഛൻ പറഞ്ഞ്, മോളെ സംഭവം ശരിയാണ്, സ്കോട്ട് നല്ല പയ്യനാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ ഇത് കുറച്ച് പെട്ടെന്നായിപ്പോയില്ലേ. ഇപ്പം നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതന്നെ തോന്നിയില്ലെങ്കിലോ, ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ തോന്നും, ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തോന്നിയില്ലെങ്കിലോ. അപ്പോഴത്തേക്ക് ഈ സാധനം വർത്താനം അയക്കണം കേട്ടോ. ഫുഡ് കഴിക്കാൻ കുത്തിരിക്കാനല്ലോ വരും, ഇതാകെ വർത്താനായില്ലേ. അപ്പോൾ തലാട തുടങ്ങി. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. സ്കോട്ട് ജൂതനല്ലാത്തല്ല നിങ്ങളുടെ പ്രശ്നം, നമ്മുടെ മതത്തിലില്ലാത്തല്ല നമ്മളെ പ്രശ്നം. ഓൻ്റെ പേരിപ്പോൾ സ്കോട്ട് എന്ന് മാറ്റിയിട്ട് ഒരു ആരൻ എന്നൊക്കെ പേരുള്ളൊരു ജൂതനായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേ വർത്താനം അപ്പോഴും പറയുന്നോ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇയാൾ സ്റ്റക്കായി. കാരണം ഇയാൾ പൊതുവേ അങ്ങനെ ഒരു മതപരമായിട്ടുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ പറയാത്തൊരു അച്ഛനാണെന്നാണ് സ്വന്തം വിചാരിക്കണത്. നമ്മൾ ജൂതന്മാരാണ്, നമ്മളിങ്ങനെ നടക്കണം, നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പൊതുവേ പറയലില്ല എന്നാണ്. അതായത് ഞാൻ തന്നെ സ്വന്തമൊക്കെ ഒരു ഫ്രീഡം സുക്കൂറാണെന്നാണ് പുള്ളി വിചാരിക്കണത്. പക്ഷേ പുള്ളി വളർത്തി വലുതാക്കിയ മോള് ഒരു സിറ്റുവേഷനിൽ ഈ സാധനം എടുത്ത് തിരിച്ചടിച്ചപ്പം ഇയാൾ ഒന്ന് സ്റ്റക്കായി. അപ്പോൾ അമ്മ പിന്നെയും കയറി ഇടപെടുകയാണ്. അമ്മ പറഞ്ഞു, മോളെ സംഭവം ശരിയാണ്, മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്യണത് കണ്ടാൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാരൻസിനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ പോണത് വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ്. സോ ഇപ്പം എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എൻ്റെ തെറ്റ് തിരുത്തുക എന്നുള്ളത് പാരൻസ് ആയിട്ടുള്ള ഞങ്ങളെ ഉത്തരവാദിത്തമാണ്. സോ ഈ പറയണ കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല ഞങ്ങളിത് പറയണത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിലവിൽ ഈ ചെയ്യണത് തെറ്റാണോ ശരിയാണോ നോക്കിയിട്ട് എന്നെ റൈറ്റിലേക്ക് കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് എന്ന് പറയും. അപ്പോൾ മോൾ പറയും, അതിന് നിങ്ങളെ ശരിയൊക്കെ എൻ്റെ ശരിയാവണമെന്നുണ്ടോ, എൻ്റെ ശരി നിങ്ങളെ ശരിയാവണമെന്നുണ്ടോ. അപ്പോഴത്തേക്ക് എല്ലാ തലക്ക് കൈ കൊടുത്തത് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഇവൾ പിന്നെയും തലക്കെന്ന് പറഞ്ഞു തുടങ്ങി വരികയാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ്. ഓനെന്ന് പറഞ്ഞാൽ ഓൻ എൻ്റെ മുത്തുമണിയാണ്, ഓൻ ഇല്ലാണ്ട് എനിക്ക് പറ്റൂല, എനിക്ക് വേറൊരു ലൈഫിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റൂല, എനിക്ക് ഓൻ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ പറയണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇതൊക്കെ പാടെ കേട്ടപ്പോൾ എല്ലാം ചിരിച്ചുപോയി. ചിരിച്ചു എന്ന് വെച്ചാൽ മറ്റേ ഇങ്ങനെ ചിരിക്കില്ലേ, അങ്ങനെ ചിരിക്കൂലേ, ആ ചിരി ചിരിച്ചുപോയി. ഇതിന് മുമ്പ് പലവട്ടം ഇവർ തമ്മിൽ വർത്താനം ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിലും. ഇങ്ങനൊരു ടോപ്പിക്കിൽ ഒരു തമ്മിൽ ഇതുവരെ വർത്താനം ഉണ്ടായിട്ടില്ല. ഒരു കുടുംബം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളോ അങ്ങനത്തെ ഒന്നിലും ഇവർ ഇതുവരെ വർത്താനം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും തോന്നി ഇതുവരെ ഉണ്ടായ പോലത്തെ ഒരു വർത്താനം അല്ല, സാധാരണ ഉണ്ടാവും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തല്ലുവിടണ, അമ്മയും മോളും തല്ലുവിടണ ടൈപ്പ് ഓഫ് ഒരു വർത്താനം അല്ലത്, സംതിങ് എക്സ്ട്രാ എന്തോ ആണെന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ പിന്നെ ഓൾ അടുത്ത ചോദ്യമായിട്ട് വരികയാണ്, അമ്മ എപ്പോഴേലും പ്രേമിച്ചിട്ടുണ്ടോ, ഒരു വട്ടെങ്കിലും നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവും ഞാൻ എന്താ പറയണതെന്ന്. അപ്പോൾ അമ്മ പറയും, മോളെ നിർത്ത്, ഒന്ന് റിയാലിറ്റിയിലേക്ക് വാ, ഇത് വെറുതെ ഈ കുറേ സാധനങ്ങൾ വെറുതെ ഓവറാക്കാണ്, വെറുതെ റൊമാൻറ്റിക് ആക്കി കൊണ്ടുവരികയാണ്, അതൊന്നും അല്ല. ഇത് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധനം ആകെ മാറും,
അപ്പോൾ അവൾ ചോദിക്കും അതിന് റൊമാൻറ്റിക് ആക്കണതിന് എന്താ തെറ്റ്? അപ്പം എല്ലാം ഒന്നും കൂടെ സ്റ്റക്കാവും. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ഇങ്ങനെ കുറേ സ്റ്റക്കാവലുകൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കണ്ടേ. റൊമാൻറ്റിക് ആക്കണതിൽ ഇപ്പോൾ എന്താണ് പ്രശ്നം? റൊമാൻറ്റിക് എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യണത്? ഇത്രയും ബുക്ക് വായിക്കണ ഞാൻ, ബുക്കുകളോട് ഇത്രയും എന്താ പറയുക താല്പര്യമുള്ള ഒരു കലാഹൃദയമൊക്കെ ഉള്ള ഞാൻ റൊമാൻറ്റിക് ആക്കണതൊക്കെ ക്രിഞ്ചാണെന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുന്നത് എവിടുന്നാണ് വരുന്നത്? പറയുന്ന ആൾ ഞാൻ തന്നെയാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ തോട്ട് വന്ന് തുടങ്ങാണ്. പക്ഷേ അമ്മയായിപ്പോയില്ലേ, ഇതൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? റൊമാൻറ്റിക് ആക്കണൊക്കെ ആ സംഭവം ശരി തന്നെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അമ്മ ആയതുകൊണ്ട് തന്നെ പറയല്ല നിർവാഹമല്ല. മോളെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണത്? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാരും പ്രേമിച്ച ചെക്കന്മാരെ കെട്ടാറില്ല. ഇനി അഥവാ അങ്ങനെ കെട്ടാനൊരു പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കാണിച്ചു തരുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അയാൾക്ക് നല്ല അച്ഛനാവാൻ പറ്റുമോ, നല്ല ഭർത്താവാൻ പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഇൻ്റർകാസ്റ്റിലുള്ള ഒരാളെ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചാൽ പണിയാവും. ഞാൻ പറയണതൊന്നും മനസ്സിലാക്ക്. ഇതൊക്കെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനപ്പുറത്തുണ്ട്. അച്ഛനിങ്ങനെ കയ്യും കെട്ടി ഇവളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ഈ വെള്ളത്തിൻ്റെ അടിയിലേക്കൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കൂലേ, അതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഇവൾ ഈ പറയണത്? എന്താ ഇവളെടുത്ത് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പറയാം? ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഓള് റെസ്പോണ്ട് ചെയ്ത്, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ, പെട്ടെന്ന് ഓള് റെസ്പോണ്ട് ചെയ്ത്. ആ റെസ്പോൺസും കൂടെ കേട്ടതോടെ എല്ലാം കംപ്ലീറ്റ്ലി ഫ്ലാറ്റായി. ഓള് പറഞ്ഞത്, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നറിയോ? നിങ്ങളെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളെ പ്രായത്തിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല. നിങ്ങളെ പ്രായത്തിൽ നിങ്ങളെ വേഗം പിടിച്ച് കെട്ടിക്കുകയും ചെയ്ത്. എൻ്റെ പ്രായത്തിൽ ഞാൻ കളിക്കുന്നതും എനിക്കൊരു ചെക്കനെ കിട്ടി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അസൂയാണ്. അതിൻ്റെ പുറത്താണ് നിങ്ങൾ ഈ വർത്തമാനം മൊത്തം പറയണത്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ അമ്മയല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് കയറ്റി വെക്കാനൊരു സാധനമില്ല. എല്ലാം ആകെ മിണ്ടാതായിപ്പോയി. അപ്പം സംഭവം ആകെ വഷളായല്ലോ. അച്ഛൻ കയറിയിട്ട് പറയാം, മോളെ മാപ്പ് പറയും, അമ്മേൻ്റെ അടുത്ത് മാപ്പ് പറയും, ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ എന്ത് പറയും? ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാണ്, ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് വരുള്ളൂ, ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടതാണ്, ഇത്ര വലുതാക്കിയിട്ട് ഞാൻ ഇതൊക്കെ തന്നെ കേൾക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ സാധനം നോർമലി എല്ലാ അമ്മമാരും അടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതടിക്കും. അതിൽ ഇവൾക്ക് ദേഷ്യം പിടിക്കും. ഇവള് കസാരയൊക്കെ വലിച്ചിട്ടിട്ട് ഇവള് എണീച്ച് പോകും. ഈ വർത്തമാനത്തിൻ്റെ ഇടയിലായതുകൊണ്ട് വലിയ ആൾക്കാർ തമ്മിലാട്ടും കൊണ്ട് വർത്തമാനം പറയല്ലേ. ഈ രണ്ട് ചെക്കന്മാരുണ്ട് അപ്പുറത്തും ഇപ്പുറത്ത്, ഇരട്ടകളുണ്ടല്ലോ, ഇവർക്കും എന്താ അവിടെ നടക്കണമെന്നുള്ളതിനെ പറ്റുന്ന ഒരു ധാരണ കിട്ടില്ല. അപ്പോൾ ഇവള് എണീച്ച് പോയതിൻ്റെ വേക്കിൽ ഒരു രണ്ടാളും എണീച്ച് പോയി. ആൻറ്റി ഇപ്പുറത്തുണ്ട്. അപ്പോൾ ആൾക്ക് പ്രഷറൊക്കെ കൂടി. കല്യാണം കഴിക്കുക, അതിവിടെ മൊത്തം കച്ചറയാകുമ്പോൾ ആ പ്രഷറിൻ്റെ ഗുളികയൊക്കെ എടുത്ത് കുടിച്ച് ആളും പറഞ്ഞ് എനിക്ക് പോയിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ട്, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ടേബിൾ മേൽ ഇവർ രണ്ടാളും മാത്രമായി. ഇവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാനുണ്ട്. ഈ ഇരുത്തത്തിൽ ഇവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയാനുണ്ട്. അത് ഈ മക്കളെ പറ്റിയല്ല, മോൾ ഇതുവരെ ഒച്ച ഉണ്ടാക്കിയതിനെ പറ്റിയല്ല, ഇതൊന്നുമല്ല വിഷയം. ഇതല്ലാത്ത വേറെ എന്തൊക്കെയോ ഈ തല്ലുവിടുന്നതിൻ്റെ ഇടയിൽ രണ്ടാളെ തൊള്ളയിൽ നിന്ന് വീണ് പോയിട്ടുണ്ട്. അതിനെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇവർക്ക് ചർച്ച ചെയ്യാനുള്ളത്.